പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പാർട്ട് നമ്പർ 2 ആണ്. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ അത് മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട്, അതിനെങ്ങനെ മാഗ്നറ്റായിട്ട് മാറ്റാം, അത് നമുക്ക് എങ്ങനെയുള്ളൊരു സർക്യൂട്ട് ഉപയോഗിക്കാം. ഈ കാണിച്ചിരിക്കുന്ന വിധത്തിൽ നമുക്കൊരു കണ്ടക്ടർ, സ്ട്രെയിറ്റ് കണ്ടക്ടർ AB-യെ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് അതിൻ്റെ മാഗ്നറ്റായിട്ട് മാറ്റാം. AB എന്ന കണ്ടക്ടർ, അതിലോട്ട് കറണ്ട് പാസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു സെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും 2 സെല്ലുകൾ, അതിൻ്റെ കളക്ഷൻ ആകുമ്പോൾ ബാറ്ററി, തന്നെ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് കറണ്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. എത്ര കറണ്ടാണ് പാസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി, മെഷർ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് അമ്മീറ്ററും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇനി ഈ കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ ടോപ്പിക്കിൽ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ വിൽ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്. അതൊരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് വിസിബിൾ ആണോ? അല്ല. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്നല്ല, എല്ലാ മാഗ്നറ്റിക് ഫീൽഡുകളും എന്താണ്? ഇൻവിസിബിൾ ആണ്. ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, ദൃശ്യവൽക്കരിക്കാം? യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്കൽ ഫാരഡേ. അപ്പോൾ യൂസിങ് ദ concept of magnetic field lines, it is possible to visualize the magnetic field around this current carrying conductor. Then ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ കണ്ടക്ടറിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. AB എന്ന കണ്ടക്ടർ, അതിൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നു. Bയിൽ നിന്ന് Aയിലോട്ട് അപ്പോൾ ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യണം. എങ്കിൽ ഈ കണ്ടക്ടറിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കാണിച്ചിരിക്കുന്ന കണ്ടക്ടർ എങ്കിൽ ഈ കണ്ടക്ടറിലെ ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രമേ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള ഈ പോയിൻറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മേലോട്ടുള്ള പോയിൻറ്റ്സ്, താഴോട്ടുള്ള പോയിൻറ്റ്സ്, ഈ പോയിൻറ്റുകൾക്ക് ചുറ്റിലും ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ധാരാളമുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പോയിൻറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ആരോ മാർക്സ് വരുന്നത്? അത് നമുക്ക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഷേപ്പിലായിരിക്കും, മനസ്സിലാവുമല്ലോ. ഇനി അതിൻ്റെ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത നോക്കി. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകതകൾ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം സർക്കുലാർ ഷേപ്പിലാണ്. ഈ സർക്കുലാർ ഷേപ്പിലുള്ള സർക്കിൾസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ സെൻറ്റേഴ്സ് വരുന്നത് എവിടെയാണ്? ആ കണ്ടക്ടറിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് ആർ സർക്കുലാർ ഇൻ ഷേപ്പ് വിത്ത് സെൻറ്റേഴ്സ് ഓൺ ദ കണ്ടക്ടർ ഇറ്റ് സെൽഫ്. അപ്പോൾ സെൻറ്ററെല്ലാം ആ കണ്ടക്ടറിൽ വരുന്ന രീതിയിൽ ആയിട്ടുള്ള സർക്കുലാർ ഷേപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസാണ് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് സമീപം ഉള്ളത്. അപ്പോൾ അതായി. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് ചെല്ലുമ്പോൾ, as the distance from the conductor increases, what happens to the distance between consecutive lines of force? Okay, ഇവിടെ
ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക, അടുത്ത വരുന്ന ഡിസ്റ്റൻസ് നോക്കുക. അപ്പോൾ കണ്ടക്ടറിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് കൺസിക്യൂട്ടീവായിട്ടുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസും കൂടി വരികയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്സ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നോക്കി, ഈ റീജിയനിൽ എത്ര കണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്തുണ്ടോ അതിനേക്കാൾ ആ അടുപ്പം കുറയുന്നു ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് ചെല്ലുമ്പോൾ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ conductor carrying current increases, the distance between consecutive magnetic lines of force also increases. അതൊരു ഒബ്സർവേഷൻ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ DC എന്നിരിക്കട്ടെ, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ലൈൻസ് ഓൾസോ ഇൻക്രീസസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ ഇൻക്രീസസ്, കണ്ടക്ടറിന് ദൂരേക്ക് ചെല്ലുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലാവുമല്ലോ? ഇതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇനി ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘടകം ഈ പോയിൻ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കാന്തിക ശക്തി എന്ന് പറയുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് എത്ര ശക്തിയുണ്ട് എന്നാണ്. ഈ പോയിൻ്റ്, ഒബ്സർവേഷൻ പോയിൻ്റ്, കണ്ടക്ടറിൽ നിന്ന് ദൂരേക്ക് ചെന്നാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയും. അതിപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ നിന്നുള്ള അകലം. നമ്മൾ ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെക്കുറിച്ചാണോ ഡിസ്കസ് ചെയ്യുന്നത്, ആ പോയിൻ്റ് കണ്ടക്ടറിൽ നിന്ന് എത്ര അകലത്തിലാണ് എന്നുള്ള. അതാണ് എങ്ങനെയാണ് ഡിപ്പെൻഡൻസ് വരുന്നത്? ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കുറയും എന്നാണ്. രണ്ടാമത്തെ ഫാക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ടാണ്. കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. കറണ്ടിൻ്റെ വാല്യൂ കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടും. ഇതാണ് രണ്ട് ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്ക് പറയാതെ കഴിയില്ല. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലെ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനൊരു റൂളുണ്ട്. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് എൻ്റെ പേര്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് നമുക്ക് തന്നെ പറയാം. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും പറയാറുണ്ട്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പോൾ എന്താണ് മാക്സ്വെല്ലിൻ്റെ ഈ റൂൾ എന്ന് നോക്കാം. അതിന് മുൻപ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ റീജിയനിൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നിരിക്കട്ടെ. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മീൻസ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. എന്താ അത്? ഇപ്പോൾ ഈ പോയിൻ്റ്, ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ, ഈ ക്ലാസ് റൂമിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നിരിക്കട്ടെ എങ്കിൽ, ഈ പോയിൻറ്റിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ? അതിതാണ്. ഈ പോയിൻറ്റിൽ നമ്മളൊരു നോർത്ത് പോൾ വെക്കും. ഐസൊലേറ്റഡ് നോർത്ത് പോൾ, സ്ട്രെങ്ത് വളരെ കുറഞ്ഞ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന നോർത്ത് പോൾ. ഈ ഐസൊലേറ്റഡ് നോർത്ത് പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഡയറക്ഷനെ പറയാനായിട്ട് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡയറക്ഷൻസോ ഒക്കെ പറയുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് നോർത്ത് പോൾ ഹാവിങ്
യൂണിറ്റ് പോൾ സ്ട്രെങ്ത് എന്ന കൺസെപ്റ്റ് നമ്മളിവിടെ പഠിക്കുന്നില്ല, ഈ അധ്യായത്തിലോ ഈ ഇയറിലോ പഠിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ഐസൊലേറ്റഡ് നോർത്ത് പോൾ എന്ന് മാത്രം പരിഗണിക്കാം. ഈ നോർത്ത് പോൾ ഈ പോയിന്റിൽ വെച്ചു എന്നിരിക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഐസൊലേറ്റഡ് നോർത്ത് പോൾ വെക്കുമ്പോൾ അതിന്മേൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ നോർത്ത് പോൾ ആ ഫോഴ്സ് കാരണം ഏത് ദിശയിലാണോ മൂവ് ചെയ്യുക ആ ദിശയാണ് ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പോയിന്റിൽ എന്താ ഡയറക്ഷൻ, എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്നാണ്. എന്താണത്? ആ പോയിന്റിലെ യൂണിറ്റ് നോർത്ത് പോൾ എങ്ങോട്ട് മൂവ് ചെയ്യുമോ അതാണ്. ഇനി നമുക്ക് നമ്മുടെ റൂളിലോട്ട് വരാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ ഡിറ്റർമിനിങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതാണ് ആ റൂള്. കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ തള്ളവിരൽ തമ്പ് വരത്തക്കവണ്ണം വലത്തേ കൈകൊണ്ട് നമ്മൾ ആ കണ്ടക്ടറിനെ ഗ്രിപ്പ് ചെയ്യുന്നു, പിടിക്കുന്നു എന്നിരിക്കട്ടെ, ഹോൾഡ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മറ്റ് വിരലുകൾ എന്ത് ചെയ്യും? കണ്ടക്ടറിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വരും, കേൾ ചെയ്യും. ഈ ഡയറക്ഷനായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഒന്നുകൂടെ, കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കറണ്ട് ഏത് ദിശയിലാണോ ആ ദിശയിൽ തള്ളവിരൽ വരത്തക്കവണ്ണം വലതു കൈകൊണ്ട് കണ്ടക്ടറിനെ, ചാലകത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ മറ്റു വിരലുകൾ ചുറ്റിയിരിക്കുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. ഇതാണ് ആ റൂൾ. ഇഫ് യു ഗ്രിപ്പ് ഓർ ഇഫ് യു ഹോൾഡ് എ കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇൻ സച്ച് എ വേ that the extended thumb is in the direction of current in it, then the direction of curl of other fingers will indicate the direction of magnetic field എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്നിരിക്കട്ടെ, മുകളിലേക്ക് കറണ്ട് ക്യാരി ചെയ്യുന്നിരിക്കട്ടെ, എക്സാക്ട്ലി ഇൻ ദ സെയിം മാനർ ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ബോർഡ്. അപ്പോൾ ഇങ്ങോട്ട് കറണ്ട് പോകുന്നു ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വലത്തേ കൈ കൊണ്ട് ഇങ്ങനെ ഗ്രിപ്പ് ചെയ്യുമ്പോൾ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വരത്തക്കൊണ്ട് ഗ്രിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫിംഗേഴ്സ് എങ്ങോട്ടാണ് കേൾ ചെയ്യുന്നത്? നമ്മൾ മുകളിൽ നിന്ന്, ഈ കണ്ടക്ടറിന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് ഗ്രിപ്പ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനാണ് കേൾ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഡയറക്ഷനിൽ കേൾ ചെയ്യുന്നു. ഈ ഡയറക്ഷൻ നമുക്ക് ഇപ്പോൾ ഈ സർക്കുലേഷൻ്റെ കേളിങ്ങിൻ്റെ ഡയറക്ഷൻ നമുക്ക് രണ്ടെണ്ണം വരിക, രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്കിലെ സൂചി തിരിയുന്ന ദിശ, അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എതിർ ദിശയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ക്ലോക്കിലെ സൂചി തിരിയുന്നത് എങ്ങോട്ടാണ്? സാധാരണ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്കിലെ സൂചി ഇങ്ങനെയാണ് തിരിയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ എതിർ ദിശയിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റുക. ഈ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ ഈ ഫിഗറായി. അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ തന്നെ നമ്മൾ ഈ ഇവിടെ നോക്കുമ്പോൾ ആ വ്യൂവിനെ ഞാൻ ബോർഡിൽ വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെയായി. അപ്പോൾ റൂള് ഇങ്ങനെയാണ്: ഇഫ് യു ഹോൾഡ് എ കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് the thumb, extended thumb, is in the direction of current in it, then the direction of curl of other fingers will indicate the direction of magnetic field. ഇതാണ് ആ റൂൾ. ആ റൂൾ അനുസരിച്ച് ഈ കണ്ടക്ടർ ഈ ഡയറക്ഷനിൽ ബി ടു എ അപ്പോ ഡയറക്ഷനിൽ കറണ്ട് ക്യാരി ചെയ്യുന്നുവെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സർക്കുലർ ഷേപ്പിലായിരിക്കും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കേൾ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സർക്കുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. കാണാൻ പറ്റില്ല, അങ്ങനെ ആയിരിക്കും. അത് ഇൻവിസിബിളാണ്, നമുക്കതിനെ ദൃശ്യവൽക്കരിക്കാം. അങ്ങനെ മനസ്സിലാവുമല്ലോ. പിരിട്ടിയോ? ഇങ്ങനെയാണത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരുന്നത്. ഇനി കറണ്ട് ഡയറക്ഷൻ നേരെ തിരിച്ചു കഴിഞ്ഞാലോ, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് കറണ്ട് ഡയറക്ഷൻ വരുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലാർ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ സർക്കുലേഷൻ ഡയറക്ഷൻ നേരെ തിരിയും. എങ്ങനെ? റൂൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്രിപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ കറണ്ട് താഴേക്കാണ്, അപ്പോൾ നമ്മുടെ തമ്പും താഴേക്ക് വരണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുവെങ്കിൽ ഡയറക്ഷൻ ഓഫ് കേൾ ഓഫ് ഫിംഗേഴ്സ് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ അതാ വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അതിലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് മാറ്റിയാൽ വാട്ട് വിൽ ഹാപ്പൻ ടു
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പിന്, ഓറിയൻറ്റേഷന്, ഡിസ്ട്രിബ്യൂഷന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഡയറക്ഷൻ ഓഫ് കറണ്ട് മാത്രമേ മാറ്റുന്നുള്ളൂ. പക്ഷെ എന്ത് മാത്രം മാറും? ഡയറക്ഷൻ ഓഫ് കേൾ ഓഫ് ഫിംഗേഴ്സ്, അതായത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാറും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പിന് മാറ്റം വരികയില്ല, പക്ഷേ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാറുമെന്നാണ്. ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് സ്റ്റേറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഇനി ഈ കൺസെപ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റേറ്റ് കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു എന്ന കൺസെപ്റ്റ് ഗ്രാഫിക്കലി എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗ്രാഫ് എടുക്കുന്നു. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ഫ്രം കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് സ്റ്റേറ്റ് കണ്ടക്ടർ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇവിടെ വേരിയേഷൻ ഇങ്ങനെയാണോ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ കണ്ടു ആ ഡിസ്റ്റൻസ് കൂടുമ്പോൾ, കണ്ടക്ടർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. ആ കുറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആയിക്കൂടെ എന്നുണ്ട്, അങ്ങനെയാവുന്നതും കുറയുന്നത്. പക്ഷേ അതിൻ്റെ എക്സാക്ട് ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. കാരണം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സ്റ്റേറ്റ് കണ്ടക്ടർ ഹാവിങ് ഇൻഫൈനൈറ്റ് ലെങ്ത്, അതിൻ്റെ ഇക്വേഷൻ B ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2πr എന്നാണ്. ഈ R ആണ് ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് B. ഈ ഇക്വേഷൻ അനുസരിച്ച് B പ്രപ്പോർഷണൽ ടു 1/r ആണ്. അപ്പോൾ RB ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോള ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ്. നമുക്കിപ്പോൾ ഡിസ്റ്റൻസിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു. ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതിയോ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അല്ലെങ്കിൽ കണ്ടക്ടർ ക്യാരിങ് കറണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിങ് കറണ്ട് വിൽ ബിഹേവ് ലൈക്ക് എ മാഗ്നറ്റ്. അപ്പോൾ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. That magnetic field is invisible, and that magnetic field can be visualized by using the concept of magnetic field lines. Then ആ magnetic field lines എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. നമ്മളതിനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? The magnetic field lines are circular in shape with their centers on the conductor itself. ഇനി as the distance from the conductor increases, കണ്ടക്ടറിൽ നിന്ന് ഉള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് the distance between consecutive lines, അടുത്തടുത്തുള്ള ലൈൻസ് increases. എന്താണ് അർത്ഥം? which indicates that magnetic field intensity decreases as you move from the conductor, move away from the conductor. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സ്റ്റേറ്റ് കണ്ടക്ടർ. രണ്ട് ഫാക്ടേഴ്സ് ആവുള്ള. ഒന്ന് ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ, രണ്ടാമത്തത് കറണ്ട്. ഡിസ്റ്റൻസ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയും, കറണ്ട് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ. ഏതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ? വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? കുറയും. അതിൻ്റെ വേരിയേഷൻ ഇങ്ങനെ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കണ്ടുപിടിക്കാനുള്ളൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേര് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. എന്താ പറയുന്നത്? വലത്തെ കൈകൊണ്ട് കറണ്ട് ക്യാരിങ് സ്റ്റേറ്റ് കണ്ടക്ടറിനെ നമ്മൾ ഗ്രിപ്പ് ചെയ്യുന്നു. എങ്ങനെ? ആ കണ്ടക്ടറിലെ കറണ്ടിൻ്റെ ദിശയിൽ നിവർത്തിയ തള്ളവിരൽ വരത്തക്കവണ്ണം. അപ്പോൾ നിവർത്തിയ തള്ളവിരൽ വൈദ്യുതവാഹിയായ ഋജുചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്കവണ്ണം വലത്തെ കൈകൊണ്ട് ചാലകത്തെ പിടിച്ചാൽ മറ്റു വിരലുകൾ ചുറ്റിയിരിക്കുന്ന ദിശയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വരുന്നത്. ഇതാണ് ആ നിയമം. അപ്പോൾ അതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, സർക്കുലാർ ഷേപ്പുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കറണ്ട് ഡയറക്ഷൻ ബോട്ടം ടു ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ സർക്കുലേഷൻ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഡൗൺ ടുവേഴ്സ് ഡൗൺ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി
ഈ ഡയറക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ റൂൾ വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന 1-2 ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു സ്റ്റേറ്റ് കണ്ടക്ടർ, അതിലെ കറണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ ചെയ്യണം, ഇടത്തു നിന്ന് വലത്തേക്ക് ഫ്ലോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടർ തൊട്ട് മുകളിലുള്ള പോയിൻ്റ് എ, തൊട്ട് താഴെയുള്ള പോയിൻ്റ് ബി, ഈ 2 പോയിൻ്റുകളിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോക്കാം. നമുക്ക് ഏത് റൂളാണ് അതിന് ഉപയോഗിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ അത് പ്രയോഗിക്കാം. ഇതാണ് നമ്മുടെ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ കറണ്ടിൻ്റെ ദിശയിൽ വരത്തക്കവണ്ണം നമ്മുടെ തള്ളവിരൽ കാണിക്കുന്നു. എന്നിട്ട് ഈ കണ്ടക്ടറിനെ ഗ്രിപ്പ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ പോയിൻ്റിൽ, എ എന്ന പോയിൻ്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? സർക്കുലേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്, നമ്മുടെ വിരലിൽ ചുറ്റി വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ പോയിൻ്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പോയിൻ്റിൽ അത് ലംബമായി പുറത്തേക്കാണ്, ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയോ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ വിരലുകളുടെ സർക്കുലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ തൊട്ട് മുകളിൽ പുറത്തേക്കും തൊട്ട് താഴെ ഉള്ളിലേക്കും അകത്തേക്കുമാണ് വരുന്നത്. ഇനി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഒരു രീതി ഇങ്ങനെയാണ്. ഈ കണ്ടക്ടർ നമ്മുടെ പേപ്പറിൽ നമ്മൾ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആൻസർ എഴുതാൻ പോകുന്ന പേപ്പറിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ സാധിക്കും? ഇങ്ങനെയാണ്. പേപ്പറിൻ്റെ പ്രതലത്തിന് ലംബമായി പുറത്തേക്ക്, നോർമലി ഔട്ട്വേർഡ്സ് ഫ്രം ദ പേപ്പർ, അല്ലെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഈസ് ഡയറക്റ്റഡ് നോർമലി ഔട്ട്വേർഡ്സ് ഫ്രം ദ പേപ്പർ. അപ്പോൾ ഇവിടെയാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് നോർമലി ഇൻവേർഡ്സ്. ഇങ്ങനെയാണ് അത് പറയേണ്ടത്. ഇനി വേറൊരു ചോദ്യം. ഒരു ഹൊറിസോണ്ടൽ പവർ ലൈൻ, നമ്മുടെ വൈദ്യുത വിതരണ ശൃംഖലയിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻസിൽ എന്തുണ്ടാവും? വൈദ്യുത വിതരണ കമ്പികളുണ്ടാവും. അതിലൊരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ജിയോഗ്രഫിക് നോർത്ത് ടു സൗത്ത്, വടക്ക് നിന്ന് തെക്കിലേക്ക് കറണ്ട് ക്യാരി ചെയ്യുകയാണ്. എങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള പോയിൻറ്റിൽ, തൊട്ട് താഴെയുള്ള പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും വരുന്നത് ഈസ്റ്റിലോട്ട്, വെസ്റ്റിലോട്ട്, ആ രീതിയിലൊക്കെ ആയിരിക്കും മിക്കവാറും ഉത്തരം വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ഡയറക്ഷൻ ഫിക്സ് ചെയ്യേണ്ടത്, ഡയറക്ഷൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോർത്ത് സൗത്ത് ഇങ്ങനെയാണെങ്കിൽ ഈ 2 പോയിൻറ്റുകൾ എന്തായിരിക്കും? ഇവിടെ ഈസ്റ്റ് ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? വെസ്റ്റ് ആയിരിക്കും. ഇത് ഓർത്തെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കോഡ് ഉപയോഗിക്കുക, ന്യൂസ് എന്നോർക്കുക, ന്യൂസ്. അപ്പോൾ തൊട്ട് മുകളിലുള്ള പോയിൻറ്റിൽ, തൊട്ട് താഴെയുള്ള പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കൊണ്ടായിരിക്കും. ഞാനതിനെ ഇങ്ങോട്ട് മാറ്റി ചിന്തിക്കുകയാണ്. സ്ട്രേറ്റ് കണ്ടക്ടർ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് തൊട്ട് മുകളിലുള്ള പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരുന്നത്. ഇങ്ങോട്ട് എന്നാൽ ദിക്ക് ഏതാണ്? വെസ്റ്റ്, ടുവേർഡ്സ് വെസ്റ്റ്. അപ്പോൾ തൊട്ട് താഴെയോ? ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്റ്റേറ്റ് കണ്ടക്ടർ എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഒരു പോയിൻ്റ് കൂടെ, ഈ സി എന്ന പോയിൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? സി എന്ന പോയിൻ്റ് എവിടെയാണ് വരുന്നത്? ഈ കണ്ടക്ടറിൻ്റെ ആക്സിസിലാണ് വരുന്നത്. കണ്ടക്ടറിൻ്റെ ആക്സിസിൽ വരുന്നു ഈ പോയിൻറ്റിൽ. ആക്സിസിൽ സ്ട്രേറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ആക്സിസിലെ പോയിൻറ്റുകളിൽ 0 ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇത്രയുമാണ്. അടുത്ത വീഡിയോയിൽ, അടുത്ത പാർട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് സർക്കുലാർ കോയിലിനെ കുറിച്ചാണ് പഠിക്കുന്നത്.